ഉണ്ട്, പാവക്ക ഉണ്ട്, ഒരു ആന, പാവക്കൻ്റെ ആന കണ്ടില്ല. ഇനിയിപ്പോൾ കർണാടകൻ്റെ മാപ്പ് കാണാം, അത് വെറും പൂക്കൾ കൊണ്ട്. പൂക്കളം എന്താ പറയുക, ഫ്ലവർ ഷോ, അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ബൈക്ക് ഇതാ അവിടെ ആയിട്ട് പാർക്ക് ചെയ്ത്, അവിടെ കുറച്ച് ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റും, ബാക്കി കുറേ പാർക്കിംഗ് അപ്പുറത്താണ്. അപ്പോൾ ബാക്കി പൂക്കളെല്ലാം നമുക്ക് പോയിട്ട് കാണാം. പൂക്കള മത്സരം പോയി കണ്ടിട്ട്, പൂക്കള മത്സരമല്ല സോറി, ഫ്ലവർ ഷോ. വ്യൂ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡൽട്ടിന് 30 കാണിക്കുന്നത്, ചിൽഡ്രന് 10 കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പോകണം, നല്ല തിരക്കുണ്ട് ശനിയാഴ്ച രാവിലെ ആയതുകൊണ്ട്. മൂവിങ് ഒന്നും ചെയ്യുന്നില്ല. ഫ്ലവർ ഷോ 2025. അഡൽട്ടിന് 30 രൂപയാണ്. 2 ടിക്കറ്റ് എടുത്ത് നമ്മൾ വരുന്നു, 60 രൂപ. ഇതാണ് ഇവിടെ ഫ്രണ്ടിൽ വന്ന വഴിക്ക് കാണാൻ പറ്റുന്നത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇതൊക്കെ കാണാൻ പറ്റും, ചക്രം സംഭവം. അവിടെ കുടകളൊക്കെ ഉണ്ട്, ഒക്കെ പോകണ്ട. ആനയൊക്കെ വെച്ചിട്ടാണ് പരിപാടി. പ്യുവർ സൈക്കിൾ അഗർബത്തിൻ്റെ പരസ്യമാണ്. ഓക്കെ, ഇതെന്താ സംഭവം? പൈനാപ്പിളാ? പൈനാപ്പിളിന് ഉണ്ടാക്കിയ ആപ്പിളും പൈനാപ്പിളും, പഴം, ആപ്പിള്, പൈനാപ്പിൾ എല്ലാം ഉണ്ട്. മൊത്തത്തിലൂടെ ആനക്കുട വെച്ചിട്ടുണ്ട്, കുറേ ചെടികളൊക്കെ വെച്ചിട്ട്. എല്ലാവിടെയും ആനക്കുടയുണ്ട്.
തക്കാളി ക്യാപ്സിക്കം ആന ഓ വഴുത് മറ്റേ കയ്പയ്ക്ക തക്കാളി പൂക്കളുടെ സ്റ്റാളുകളൊക്കെ ഉണ്ട് ഇപ്പുറത്ത്. ഇവിടെ ഫുള്ള് മറ്റേ നമ്മുടെ മാനൊക്കെ ഉണ്ട്. മാനൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി പൂക്കളൊക്കെ വെച്ചിട്ട് ചെടികളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ചെടികളും മറ്റേ വിത്തുകളും പൂക്കളും പിന്നെ അവിടെ തുണികൾ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റാളുകളുണ്ട്. ഇവിടെ ഫുള്ള് പൂക്കളാണ്. സ്നാക്സ് ഉണ്ട്, സ്റ്റാളുകളുണ്ട് ചെറിയ ചെറിയ വിലയ്ക്ക്. ഇതെന്താ സെലോസിയ. $100 ಇಲ್ವಾ? വള, മാല, കമ്മല്. അപ്പുറത്ത് മുഴുവൻ പൂക്കളാണെന്ന് ഓർക്കണം. അപ്പുറത്ത് മുഴുവൻ പൂക്കളാണ്, ചെടികളാണ്. ഇവിടെ മുഴുവൻ സ്റ്റാളാണ്. ഇവിടെ കുർത്തിയുണ്ട്. 700 രൂപ, 2200 രൂപ കുർത്തികൾ. നാഗാർജുനൻ്റെ പല സാധനങ്ങളും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കുർത്തികളുണ്ട്, കത്തിയുണ്ട്. ഭാഗ്യലക്ഷ്മി ബട്ടർ ഗുൽക്കന്ത് സ്റ്റോർ. ബട്ടറും ഗുൽക്കന്തൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ പ്ലേറ്റ് ടു വിൻ എന്ന് വെച്ചാൽ ചുമ്മാ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ, ഗിഫ്റ്റ് കിട്ടും, ബൊമ്മക്കുട്ടികൾ കിട്ടും. ഇവിടെ കുറേ എന്തൊക്കെയോ ചെറിയ ചട്ടിയും പാത്രമൊക്കെ ഉണ്ട്. പിന്നെ തുണികളുണ്ട്. പിന്നെ കാതിലും കഴുത്തിലൊക്കെ ഇടുന്ന കുറേ സ്റ്റോറുണ്ട്. തിരക്ക് ഇവിടെയാണെന്ന് തോന്നുന്നു. ഈ സംഭവത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. ഫ്ലവർ മുഴുവൻ ഉണങ്ങാതെ കേട് വരുന്ന പോലത്തെ ഫ്ലവർ വീട്ടിൽ വയ്ക്കാനോ ബൊക്കെയായിട്ട് ഉപയോഗിക്കാനോ ഒരു പലതും എടുത്തിട്ട് ഇങ്ങനെ തരും. 80 രൂപ ഓരോന്ന്. പലതിനും കഴിക്കണം. 10 രൂപ വീച്ച് ഓരോന്ന് വാങ്ങുന്നുണ്ടോ. പൂക്കളം ഇങ്ങനെ വീട്ടിൽ കൊണ്ട് ചട്ടിയിലൊക്കെ വെച്ച് ഇങ്ങനെ കാണാം. നമ്മുടെ പൂക്കളം മറന്നു പൂക്കളുണ്ട് അവിടെ. പിന്നെ ഇവിടെ ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒത്തിരി അത്രയൊന്നും അല്ല. ഇതിവിടെ പിന്നെയുണ്ട് കളിക്കാനുള്ള ബലൂൺ പൊട്ടിക്കാതെ. അപ്പുറത്തെ ട്രെയിൻ കൊണ്ട് ടോയ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിൽ കൂടെ ഈ ഒരു പൂക്കളം മത്സരത്തിൻ്റെ പേരിൽ ടോയ് ട്രെയിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും. ഇവിടെ കുറച്ച് വളമാല, കമ്മൽ, തുണികളുണ്ട്. പിന്നെ ഇവിടെ മണ്ണ് എന്തൊക്കെയൊക്കെയോ തേച്ച് ബട്ടറൊക്കെ തേച്ച് തരുന്നുണ്ട്. ഇവിടെ വറ്റിൽ വറുത്ത് കഴിഞ്ഞാൽ ഈ കളറാവും.
പിന്നെയും വീണ്ടും വളമാല കമ്മൽ നമ്മുടെ ചെടികൾ നനയ്ക്കാനോ ചെടിയോ പൂത്തൊട്ടികൾ അപ്പോൾ വള മരത്തിൻ്റെ ചെടി എല്ലാം എല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാച്ച് സാമ്പ്രാണിയൊക്കെ കൊളുത്തിട്ട് ഇങ്ങനെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ഇടിയായി ഇടിക്കാൻ ഇവിടെ സംഭവങ്ങളൊക്കെ പിന്നെയും കുറേ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അത് വളരുമോ? ഉപ്പല്ല, അത് വെറുതെ തിന്നാ. താറാവ് പൂക്കളത്തിന് വന്നിട്ട് താറാവിനെ കണ്ടില്ല എന്നല്ല, നമ്മൾ കുറച്ച് താറാവിനെ കാണാം. വലുതായിട്ട് പറയത്തക്ക ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ പോലെ. ഇനി അപ്പുറത്ത് മുകളിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവും, മറ്റേ കാടൊക്കെയാണ്. അതിനകത്തൊക്കെ പോയി ഇരുന്ന് വിശാലമായിട്ട് ഒരു ദിവസം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ഭക്ഷണമൊക്കെ നോക്കിയിട്ട് കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യാം. ഇവിടെ കിട്ടാൻ പാടാണ്, ചായ വല്ലതൊക്കെ കിട്ടിയാൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനത്തെ ബ്രെഡൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ക്ഷമയോടെ നോക്കിക്കഴിഞ്ഞാൽ പൂക്കളൊക്കെ രസമുണ്ട് മക്കളെ. നമുക്കിപ്പോൾ ക്ഷമയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഫ്രഞ്ച് മാരിഗോൾഡ്, നമ്മുടെ മാരിഗോൾഡ് പേരുണ്ട്. എരി ഗേറ്റ് ടോയ്ലറ്റാണ്. അവിടെ മത്സരിച്ചിട്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മുടെ സ്റ്റാളുകൾ ഇങ്ങനെ വിശദമായിട്ട് ഇവിടെ ഉണ്ട് ഈ സൈഡിൽ. പാർക്കിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. നമ്മൾ ചെമ്പരത്തി ചെണ്ടുമല്ലി, നല്ല തണുത്ത ക്ലൈമറ്റാണ്. ലവ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ലവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവളെ ഹാർട്ടായി. ഇവിടെ നമ്മൾ പാമ്പിൻ്റെ എഴഞ്ഞു പോകുന്ന പോലെ. സ്റ്റോറിപ്പുറത്തുണ്ട് കേട്ടോ, ഓർക്കണം. പാമ്പിൻ്റെ ചെണ്ടുമല്ലിയും മറ്റേ വാടാമല്ലിയും പിന്നെ പല മല്ലികളെയും വെച്ചിട്ട് പാമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗിലാച്ചി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അവിടെ മരത്തിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയോ വറുക്കുന്ന പപ്പടത്തിൻ്റെ ഐറ്റംസ് ഉണ്ട്. ടോപ്പുണ്ട്, 3 ടോപ്പിന് 1000 ഉറുപ്പിക കേട്ടോ. അത് ഇതെന്താ സംഭവം? കർണാടക വഴുതിരിങ്ങയും
പാവക്ക കൊണ്ട് ഒരു ആന, പാവക്കൻ്റെ ആന കണ്ടില്ല. ഇനിയിപ്പോൾ കർണാടകൻ്റെ മാപ്പ് കാണാം. അത് വെറും പൂക്കൾ കൊണ്ടുണ്ടാക്കിയത്. ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ മത്സരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്. സ്റ്റാളുണ്ട്. ഇതാണ് ഇപ്പോൾ ഫ്ലവർ ഷോൻ്റെ സിമ്പൽ. സ്റ്റോറാണോ ഇവിടെ മൊത്തം? സ്റ്റാളാണോ? ഫ്ലവർ ഷോ എന്നും പറഞ്ഞിട്ട് കുറേ സ്റ്റാളിട്ട് വെച്ചിട്ടുണ്ട്. സംഭവം ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ജ്യൂസിൻ്റെ പലതരം നാച്ചുറൽ ജ്യൂസിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ പ്രസ് ചെയ്ത ഓറഞ്ച് 100. ഹണിയുണ്ട്, പപ്പായുണ്ട്, ഫ്രൂട്ട് സലാഡുണ്ട്. പിന്നെ അവിടെ ഡോക്ടർ മില്ലറ്റിൻ്റെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്നാക്സ് അല്ല, പലതരം മാംഗോ മധുരമില്ലാതെ ഉണ്ടാക്കിയ കുറേ ഷാള്. ഇവിടെ ചട്ടിയും പാത്രം. അതാ നിനക്ക് പറ്റിയ പാത്രം, ചൈനീസ് പാത്രം. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി പോകണമെന്നൊന്നുമില്ല. അവിടെ കോൽക്കട്ട ചാറ്റുള്ള റോള് ആകെയുണ്ട് ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഇവിടെ മസാലപ്പൂരി, പാനിപ്പൂരി എന്നിവ ഐറ്റമുകളുണ്ട്. പിന്നെ റോള്, കട്ടി റോള്, കുട്ടി റോളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ വേറെ ചൈനീസ് പാത്രങ്ങളുണ്ട്. ഇതൊക്കെയോ പെയിൻറ്റിങ് ഉണ്ട്. വരയ്ക്കുന്നു. അങ്ങനെ ഫ്ലവർ ഷോൻ്റെ ആ ഭാഗത്തൊന്നും പോയില്ല കേട്ടോ. അവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ചട്ടി വാങ്ങി വെച്ചത്. അല്ല, വീട് റെഡി ആയിട്ടുണ്ടാവോ? ആർക്കറിയാം. You go Monday. നമ്മുടെ ട്രാക്ടർ എത്തി. നമ്മൾ തിരിച്ചു പോവുകയാണ്. ജനങ്ങൾ നിറയുണ്ട്. പലതരം മരങ്ങൾ വീടുകളിൽ, ഹോട്ടലുകളിൽ ഒക്കെ വയ്ക്കുന്ന പലതും ഉണ്ട്. വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ പലതും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ നമ്മുടെ പൂക്കൾ, ജനങ്ങൾ തിരക്ക്. നമ്മുടെ മീനുണ്ട്, കോഴിയുണ്ട്, പൂവൻ കോഴിയുണ്ട്, മറ്റ് പൂവനല്ലാത്ത കോഴിയുണ്ട്. കുറേ വള്ളി ഉള്ളി ഒക്കെ ഉണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞ്
തിരിച്ചു പോവാണ്. ഒരു പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി കുറേ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കുറച്ച് കോളേജ് പിള്ളേർ അങ്ങനെയാണ് സംഭവം കഴിഞ്ഞ്. ഇനി അപ്പോൾ ഫ്ലവർ ഷോ 2025 സാധാരണ നടക്കുന്നത് നമ്മൾ ലാൽബാഗിലാണ് നടക്കുക. പക്ഷേ ഇപ്രാവശ്യം അത് ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ചിട്ടായിരിക്കും നടക്കുക. അത് നല്ല രസമുണ്ടാവും. എന്നുവെച്ചാൽ നല്ല കൂടുതൽ പൂക്കളുണ്ടാവും. ഇത് ഒരു പാർക്കിൽ പൂക്കൾ സെറ്റ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല, അടിപൊളി. ഇതവിടെ കണ്ടില്ലേ ആ സംഭവങ്ങളൊക്കെ. മൊത്തത്തിൽ ഇവിടെയാണ് ടിക്കറ്റ് നല്ല ക്യൂ ഉണ്ട്. 30 രൂപ അഡൽറ്റിനും കുട്ടികൾക്ക് 10 രൂപയാണ്. സംഭവം കഴിഞ്ഞു. ഇവിടെ പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, വേണമെങ്കിൽ കുടിച്ചിട്ട് പോകാം. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഗ്ലാസും കൊണ്ട് ഇത്തിരി നടക്കും. ഫ്രീ ആണ്, പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂമൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഫ്ലവർ ഷോ കഴിഞ്ഞ് തിരിച്ച് ഇനിയും കുറച്ച് പൂക്കളുടെ വിത്ത് വേണമെങ്കിൽ ഇവിടെ വെളിയിൽ വന്നാലും കിട്ടും, പൂച്ചെടി കിട്ടും. ഇതാണ് ഫ്ലവർ ഷോൻ്റെ സംഭവം. പേര് ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇവിടെ ചെടിത്തൊട്ടികളൊക്കെ വെക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെ വാങ്ങാം. സംഭവം കൊള്ളാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക്, നമ്മുടെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാം. എല്ലാം കന്നഡയിൽ എഴുതിയിരിക്കണം, ഒരു പൊടിക്ക് ഇംഗ്ലീഷില്ല. ഇതാണ് സംഭവം. മൊത്തത്തിൽ തിരക്കും എല്ലാം കൂടെ ചേർന്ന് എന്താ പറയുക, ഫ്ലവർ ഷോൻ്റെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ പലതും നമ്മൾ അടുത്ത് വന്ന് കാണുന്നത് ഇങ്ങനെയായിരിക്കും അവസ്ഥ. ഇതാണ് ഫ്ലവർ ഷോ. അപ്പോൾ ടാറ്റ. കബൻ പാർക്കിൽ സമയം കുറച്ച് നേരം ചിലവഴിച്ച് തിരിച്ചു പോവുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ പാർക്ക് വിശാലമാണ്, വേണമെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലും മതിയാവത്തോളം വലിയ പാർക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാർ പാർക്കിങ്ങിനാണല്ലോ ഫ്ലവർ ഷോ നടക്കുന്നത്, അതുകൊണ്ട് കാർ പാർക്കിംഗ് ഒക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഈ റൗണ്ടോട് ചേർന്നിട്ടാണ് മൊത്തത്തിൽ കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നോ പാർക്കിംഗ് ആണ്. ഇത് വിശാലമായ വലിയ കബൻ പാർക്കാണ്. അപ്പം ഫ്ലവർ ഷോ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. കുഴപ്പമില്ല, 30 രൂപയുടെ ഒരു ചെറിയ ഫ്ലവറുകൾ ചുമ്മാ ആക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ലാൽബാഗിൽ വലിയ ഫ്ലവർ ഷോ അല്ല, ഇതൊരു ചെറുത് പാർക്കിൽ പൂക്കൾ വെച്ച് അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. 11 ദിവസം ഉണ്ടാവും. നവംബർ 27 മുതൽ തുടങ്ങിയിട്ട് പിന്നെ എത്രയാണ് 11 ദിവസം ഡിസംബറിൽ കഴിയും.